നമുക്ക് പ്രയാഗ്രാജ് ജംഗ്ഷൻ കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് ഇനി എങ്ങനെ പോകുമെന്നുള്ള സീനാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ നടക്കുവാണ്, ഓട്ടോകളും കാര്യങ്ങളൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കുപ്പി വെള്ളമുണ്ട്, അതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ആകെ ചിലപ്പോൾ നമ്മുടെ ഈ ലൈഫിൽ ഇതുപോലത്രയും ആൾക്കാരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല. ഉറപ്പാണ്, കാരണം ഇന്ത്യയിൽ തന്നെ പല പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം ഇത്രയും ആൾക്കാർ ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സംഭവം നടക്കുമ്പോൾ മാത്രമേ നടക്കാൻ പറ്റുള്ളായിരിക്കും. അതിനിടയ്ക്കാണ് ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്ചർ എൻ്റെ ഒരു കണ്ണിൽപ്പെട്ടത്. ഇത് ബ്രിട്ടീഷ് ആർക്കിടെക്ചർ തന്നെ ആയിരിക്കണം. കൊള്ളാം, നല്ല രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ബായിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബായിയുടെ വണ്ടിയിലാണ് പോകുന്നത്. എന്താവുമെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഹെഡിങ് ടു ത്രിവേണി സംഗമം. കാലം മുട്ടൊക്കെ ഇക്കിളിയാവുന്നുണ്ട്. പുള്ളിയുടെ ഓടിക്കൽ കണ്ടിട്ടേ പറഞ്ഞേക്കണത് ബൈക്കിന് പോകാൻ പറ്റുന്ന അത്രയും ദൂരം നമ്മളെ കൊണ്ടുപോയി വിട്ടോളാന്നാണ് പുള്ളി പറഞ്ഞേക്കണത്. നോക്കാം പുള്ളി എവിടം വരെ കൊണ്ടുവിടുമെന്ന്. മാക്സിമം കൊണ്ടുവിട്ടാൽ മതിയായിരുന്നു. ഇത്രയും ദൂരം ആൾക്കാർ നടന്നൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്ന്, എന്നാൽ തന്നെ പ്രയാഗ്രാജ് സിറ്റി ഫുള്ള് കറക്കുന്നുണ്ട്. അപ്പോൾ ട്രിപ്പ് 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് മുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോംബ് സ്ക്വാഡൊക്കെ ഇവിടെ സെർച്ച് ചെയ്ത് നടക്കുന്നുണ്ട്. കാരണം ഇത്ര സെക്യൂരിറ്റിയാണ്. കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. എന്തെങ്കിലും സംഭവിച്ചാൽ സീനാണ്.